റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചു വീണു. സാമ്പത്തിക വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ കൈയയച്ച് സഹായം തുടരുകയാണ്. 2022 ഫെബ്രുവരി 24-നാണ് യുക്രൈന് നേരെ റഷ്യയുടെ ആക്രമണം ആരംഭിക്കുന്നത്. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. എല്ലാ യുദ്ധങ്ങളിലെയും പോലെ സാധാരണക്കാരായിരുന്നു ഇവിടെയും ഇരകൾ. 2024 ഓഗസ്റ്റ് വരെ 11,743 പേർ മരിച്ചുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു. 24,600 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 589 കുട്ടികൾ മരിച്ചതായി യുക്രൈൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം റഷ്യൻ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കാത്തതിനാൽ മരണസംഖ്യ ഇതിലും കൂടുമെന്നാണ് വിവരം. ഇരുഭാഗത്തും ആധുനികമായ സന്നാഹങ്ങളോടെയാണ് യുദ്ധം. അതുകൊണ്ട് തന്നെ നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ അധികവും സൈനികരാണ്. എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന യഥാർത്ഥ കണക്ക് ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. റഷ്യ പുറത്തുവിട്ട കണക്കിനേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത്. തീവ്രമായ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ ഒരു ദിവസം 1000 സൈനികർ വരെ നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. യുദ്ധം 1000 ദിവസം പിന്നിടുമ്പോൾ യുക്രൈനിൽ സൃഷ്ടിച്ച സാമൂഹിക ആഘാതം ഏറെ വലുതാണ്. 60 ലക്ഷത്തോളം പേർ വിദേശത്തേക്ക് പലായനം ചെയ്തു. 40 ലക്ഷത്തോളം പേർ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ട് കഴിഞ്ഞു. രാജ്യത്തെ ജനസംഖ്യ 10 ദശലക്ഷമായി കുറഞ്ഞുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അനുമാനം. യുക്രൈന്റെ 1/5 ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണുള്ളത്. ഡോൺബാസ് മേഖലയുടെ ഭൂരിഭാഗവും അസോവ് തീരപ്രദേശവുമെല്ലാം ഇപ്പോൾ റഷ്യയുടെ അധീനതയിലാണ്. യുദ്ധത്തിന്റെ ആരംഭത്തിൽ വലിയ രീതിയിൽ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ യുക്രൈന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി കനത്തതോടെ റഷ്യൻ അധിനിവേശം മന്ദഗതിയിലായി. യുക്രൈനിലെ മരിയുപോൾ പോലുള്ള നഗരങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പലതും വാസയോഗ്യമല്ലാതായി. കഴിഞ്ഞ വർഷം ഡോൺബാസിൽ റഷ്യ ആധിപത്യം നേടിയ സമയത്ത് തന്നെ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്താൻ യുക്രൈന് സാധിച്ചു. യുദ്ധം യുക്രൈന്റെ സമ്പദ്ഘടനയ്ക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ലോകബാങ്കിന്റെയും മറ്റ് സംഘടനകളുടെയും വിലയിരുത്തലുകൾ പ്രകാരം 2023 അവസാനത്തോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം $152 ബില്യൺ. ഇവ പുനരുജ്ജീവിപ്പിക്കാൻ $486 ബില്യൺ വേണ്ടിവരുമെന്നാണ് കണക്ക്. യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും നിരന്തരം റഷ്യ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിനാൽ തന്നെ സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി അടക്കം ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി നിലച്ചത് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. യുക്രൈന്റെ GDPയുടെ 26% ചെലവഴിക്കുന്നത് ഇപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയാണ്. ദിവസേനയുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് $140 മില്യൺ ചെലവെന്ന് ബജറ്റ് കമ്മിറ്റി തലവൻ റോക്സൊളാന പിഡ്ലാസ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പാശ്ചാത്യ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് യുക്രൈൻ മുന്നോട്ടു പോകുന്നത്. സമ്പദ് വ്യവസ്ഥ നിലനിർത്താനും സാമൂഹിക സേവനങ്ങൾക്കുമായി ഇതുവരെ $100 ബില്യൺ സഹായമാണ് ലഭിച്ചത്. റഷ്യയുടെ സാമ്പത്തിക മേഖലയെയും യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധം, എണ്ണയടക്കമുള്ളവയുടെ കയറ്റുമതി കുറഞ്ഞത്, വർദ്ധിച്ച സൈനിക ചെലവ് എന്നിവ രാജ്യത്തെ ഗുരുതരമായി ബാധിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സൈന്യത്തിനുള്ള ഫണ്ട് നൽകുന്നത് നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ അയക്കാൻ യുക്രൈന് അമേരിക്ക അനുവാദം നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ഉത്തര കൊറിയ 70 മിസൈൽ ലോഞ്ചറുകളടക്കം റഷ്യയ്ക്ക് നൽകിയതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ശാശ്വത പരിഹാരം കാണുന്നതിനപ്പുറം വൈര്യം മൂർച്ഛിപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതിനാൽ തന്നെ യുദ്ധം ഇനിയും അനന്തമായി നീളുമെന്നുറപ്പ്.